കേരളത്തിൽ എൻഡിഎയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി. അധികാരത്തിലെത്തിയാൽ വികസനം എന്തെന്ന് കാണിച്ചു തരുമെന്ന് മോദിയുടെ ഉറപ്പ്. കലൂരിൽ റോഡ് ഷോ. 10,800 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലെ പുതിയ ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ധീരവസഭയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിൽ പങ്കെടുത്തു. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയുടെ സ്നേഹം ജീവിതത്തിൽ ലഭിച്ച സൗഭാഗ്യമെന്ന് മോദി. അമ്മയുടെ നിസ്വാർത്ഥ സേവനങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ പ്രശംസ. പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികളുടെ കൊച്ചിയിലെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. ജനാധിപത്യ മര്യാദകളുടെ ലംഘനമെന്നും രാഷ്ട്രീയ പകപോക്കലെന്നും ആരോപണം. സമാന്തര ഉദ്ഘാടനം നടത്തി CPM. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിരുന്നുവെന്നും ബഹിഷ്കരിച്ച് മര്യാദകേടെന്നും BJP. സംസ്ഥാനത്തും പാചകവാതക പ്രതിസന്ധി. ഹോട്ടലുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഭക്ഷണ വിതരണത്തെ ബാധിക്കുന്നു. കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര പെട്രോളിയം മന്ത്രിക്കും കത്തയച്ചു മുഖ്യമന്ത്രി. പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര ശ്രമം. നാളെ മുതൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് ഇന്ധന സർചാർജ് ഏർപ്പെടുത്താൻ എയർ ഇന്ത്യ എക്സ്പ്രസും. ഇന്ധന പ്രതിസന്ധി താൽക്കാലികമെന്ന് വൈറ്റ് ഹൌസ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിക്കെതിരെ DGPക്ക് പരാതി നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്നെ പെടുത്തിയത് കടകംപള്ളിയാണെന്നും തനിക്കെതിരായ ഭൂമി തട്ടിപ്പ് കേസിന് പിന്നിൽ അദ്ദേഹമെന്നും ആരോപണം. കേരളത്തിൽ എയിംസ് വൈകുന്നതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. എയിംസ് അനുവദിക്കുന്നതിലെ മാനദണ്ഡം അറിയിക്കാൻ കേന്ദ്രത്തിന് നിർദ്ദേശം. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സാ സൗകര്യങ്ങളില്ലെന്ന് നോട്ടീസ് പതിച്ച് സർജറി വിഭാഗം ഡോക്ടർമാർ. മതിയായ ഉപകരണങ്ങളില്ലാത്തതിനാൽ ശസ്ത്രക്രിയയ്ക്കിടെ ജീവൻ പോയാൽ ഉത്തരവാദിത്തമില്ലെന്നും മുന്നറിയിപ്പ്. രാജ്യത്ത് ആദ്യ ദയാവധത്തിന് സുപ്രീം കോടതിയുടെ അനുമതി. ഗാസിയാബാദ് സ്വദേശി ഹരീഷ് റാണയുടെ ചികിത്സ ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കാൻ നിർദ്ദേശം. അനുമതി മാതാപിതാക്കളുടെ ഹർജിയിൽ. പണിതീരാത്ത കായിക ഭവൻ കെട്ടിടം മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്ത സംഭവം വിവാദത്തിൽ. 7 നിലകളിൽ ഒരുങ്ങുന്ന കെട്ടിടത്തിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനത്തിനായി ഒരുക്കിയത് കർട്ടൻ ഉപയോഗിച്ചു മറച്ച്. പ്രതിഷേധവുമായി കേരള ഒളിമ്പിക് അസോസിയേഷനും. വിവാദങ്ങൾക്ക് പിന്നാലെ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലെ പവലിയൻ, സ്വിമ്മിംഗ് പൂൾ എന്നിവയുടെ ആദ്യഘട്ട ഉദ്ഘാടനവും നിർവഹിച്ചു.